ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കൃഷി വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാങ്ങ വറ്റൽമുളകിട്ട് ചതച്ച് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാവേ. ഉലുവായും കടുക് എടുത്ത് നല്ലപോലെ മൂപ്പിക്കണം. ചട്ടിയിലിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. അന്നേരത്തേനും നമുക്ക് ഒരു ചട്ടിയിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് വറ്റൽമുളക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും വറ്റൽമുളക് ഇട്ടൊന്ന് ചുവക്കി വറുത്ത് കൊടുക്കാവേ. കാരണം നമ്മൾ പച്ചയ്ക്ക് ചതച്ച് ചേർക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് പൊടിക്കാനും എളുപ്പമാണ്. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമാതിരി ഒന്ന് മൂത്ത് വരട്ടെ. കാരണം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സാധാ അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ നല്ല കേട്ടോ. ഈ പരുവത്തിനൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട, ഒരു മീഡിയം മൂപ്പിൽ ഒന്ന് മൂത്ത് പോയാൽ മതിയേ. ഇത് നമുക്കൊന്ന് മൊത്തം എടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കാവേ. തണുത്ത ശേഷം അരയ്ക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മിക്സിയൊക്കെ ഇടാവേ. നമുക്ക് ഉലുവയും കടുകും തണുത്തു അതൊന്നും നമുക്ക് ചതച്ചുകൊണ്ട് വരാവേ. അത് ചതച്ചിട്ട് വേണം നമുക്ക് മുളകൊക്കെ ചതച്ചിട്ട് വരാനേ. ഞാൻ ഉലുവയും കടുകും ചതച്ചെടുത്തേ. ഞാൻ ഇത്ര മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര മാങ്ങ ഈ പരുവത്തിൽ ഞാൻ മാങ്ങ അരിഞ്ഞേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് മുളക് തണുത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാവേ. അരയ്ക്കണ്ട കേട്ടോ, ചതച്ചാൽ മതി. ഈ പരുവത്തിനെടുത്ത് നമുക്കൊന്ന് ഒന്നടിച്ചാൽ മതി കേട്ടോ. അപ്പം ചതഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഈ പരുവത്തിന് ചതച്ചെടുക്കണേ. ഈ പരുവത്തിനെടുത്ത് വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു മാങ്ങ നല്ല മുഴുത്ത പാത്രം ഇട്ടിട്ട് ഇളക്കാൻ സൗകര്യത്തിൻ്റെ പാത്രം ഇടണേ. വെളുത്തുള്ളി ഞാൻ ഇച്ചിരി ചതച്ചെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ടേസ്റ്റ് കൂടാനായിട്ട് ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് മുഴുവൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി എരിവ് നല്ലതായിട്ട് വേണം കേട്ടോ. എരിവും പുളിയും പഴകും തോറും അത് നല്ല രുചിയാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ആവശ്യത്തിന് കായം ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. ഒത്തിരി കൂടണ്ട, എങ്കിലും ഒരു ആവശ്യത്തിന് കായം ഇട്ട് കൊടുക്കണേ. ഇതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും കൂടെ ഇട്ട് കൊടുക്കാവേ. അത് മുഴുവൻ ഇട്ട് കൊടുക്കണം, ചതച്ച് ഇട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. മാങ്ങ കൊണ്ട് നന്നായിട്ട് ഉപ്പ് പിടിക്കുമല്ലോ. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണം. ഉപ്പ് വേണമെങ്കിൽ ശകലം കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഇല്ലായിരുന്നേ, അതുകൊണ്ട് ഞാൻ ശകലം കൂടെ ഇട്ട് കൊടുത്താണ്. നല്ല ഇളകി കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ ഇരിക്കുവേ. എന്നിട്ട് നമുക്ക് നല്ലൊരു ഭരണി, ഒട്ടും വെള്ളമയൊന്നും ഇല്ലാത്ത ഭരണി എടുക്കണേ. ഇത് അടിയിലോട്ട് ശകലം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം, കുറച്ച് മതിയേ. ഇത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാങ്ങ മുഴുവൻ വാരി എന്നിട്ട് ഇടണം. ഇതുണ്ടോ, വാരി നന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള എണ്ണ നികത്തെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് പൂപ്പലൊന്നും ഉണ്ടാകത്തില്ല. ഒരു കോട്ടൺ തുണി ഇതിന് മേളിടുന്നത് നല്ല കേട്ടോ, എണ്ണ നനച്ച്. പക്ഷേ നമ്മൾ നികത്തെ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുമ്പം കോട്ടൺ തുണി ഇടുന്ന ആവശ്യമില്ല. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിൽ ഇളക്കിയതിൻ്റെ ശേഷം വേണം നമ്മൾ നല്ലപോലെ അടച്ച് ഭദ്രമായിട്ട് വെച്ചാൽ മതിയേ. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. ഒരു മാസം കഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. അപ്പോഴത്തേനും ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ.